ഹായ് ഓൾ, GPK അവേരിയിലെ പുതിയൊരു വീഡിയോ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ചിക്സ് കേട്ടോ. ഇതിൽ സൺ കൊണോസ് ഉണ്ട്, നോർമൽ പൈനാപ്പിൾ കൊണോസും ഉണ്ട്. ഫെതേഴ്സ് വന്നവരും ഉണ്ട്, ഫെതേഴ്സ് വരാത്തവരും. ഇതിലും ചെറിയ ബേബീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും, കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് കിളികളെ ക്രോപ്പ് ഫീഡിങ് ചെയ്യുക. ഒരിക്കലും ക്രോപ്പ് ഫീഡിങ് എടുക്കുന്ന കിളികൾക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. അവർ സ്വയമേ കഴിക്കുന്നവരാണെങ്കിൽ അവർ കഴിച്ചോളും. നമ്മളതിനെ ഫോഴ്സ്ഫുള്ളി ഈറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രോപ്പ് ഫീഡിങ് ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സാധനമല്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊന്ന് ക്രോപ്പ് ഫീഡിങ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഈ നീഡിലാണ് എടുക്കുന്നത്. ഇതല്ലാതെ തന്നെ സ്റ്റീലിൻ്റെ നീഡിൽസൊക്കെ ഉണ്ട്. ഞാൻ ക്രോപ്പ് ഫീഡിങ് ചെയ്യുമ്പം എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുക്കുക. അതല്ല നേരെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറക്കിയിട്ട് എടുക്കാൻ പറ്റുമോ വെച്ചാൽ അങ്ങനെ തന്നെ. അവിടെയാണ് ഓപ്പണിങ് വരുന്നത്. അത് നേരെ കിളിയുടെ ഫുഡിൻ്റെ സഞ്ചിയിലേക്ക് നമുക്ക് അടിക്കാൻ പറ്റും. അതാകുമ്പോൾ എക്സ്ട്രാ തരിപ്പ് പോകുന്ന പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പം അത് കഴിഞ്ഞാൽ അവിടെ ക്രോപ്പ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടതായിട്ടില്ല. അതിനതല്ലാതെ കുറേ ടൈപ്പ് ഓഫ് നീഡിൽസ് നമുക്കുണ്ട്. ചെറിയ കളികൾക്ക് ചെറിയ നീഡിൽസ്, അങ്ങനെ ടൈപ്പ് ഓഫ് നീഡിൽസ് ഉണ്ട് കേട്ടോ. ഈ നീഡിൽസ് എപ്പോഴും നമ്മൾ കരുതിയിട്ട് യൂസ് ചെയ്യണം. കാരണം ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ കിളിയുടെ തൊണ്ടയിലൊക്കെ കുടുങ്ങിപ്പോവും. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് ഊരിപ്പോവാൻ, ആ സ്റ്റീലിൻ്റെ മുകളിൽ നിന്ന് ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് നീഡിലാണ് കേട്ടോ. പക്ഷേ ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തുടക്കക്കാർക്ക് നീഡിൽ കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്കൊന്നും കുത്തിപ്പോകും. കാരണം കിളി എപ്പോഴും ഫുഡിൻ്റെ കാര്യം കാണിക്കുമ്പോൾ കുറച്ചൊരു ഉള്ളി ഇങ്ങോട്ട് കുത്തി എടുക്കും. അപ്പം ഞാൻ നോർമലി ഫീഡ് ചെയ്യുന്നതും കാണിച്ചു തരാം. അപ്പോൾ ഈ കിളി കണ്ടോ, ഇത് നന്നായിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ കുത്തിയെടുക്കും. അങ്ങനത്തെ കിളികൾക്ക് നമുക്ക് ഒരിക്കലും ക്രോപ്പ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തല സപ്പോർട്ട് ചെയ്ത് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ കിളി തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്രോപ്പിൽ നമ്മുടെ സിറിഞ്ച് കുത്തിപ്പോവും. അപ്പോൾ ഇങ്ങനത്തെ കിളികൾക്ക് പൊതുവേ സ്പൂൺ ഫീഡിങ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു തുണി കയ്യിൽ കരുതി കഴിഞ്ഞാൽ അത് തുടച്ചെടുത്ത് കളഞ്ഞാൽ മതി. അത് അല്ലെങ്കിൽ കുറേശ്ശെ ഇഞ്ചെക്റ്റ് ചെയ്ത് അവരെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ കുടിച്ചോളും. സെൽഫ് ഫീഡിങ് ആണ് ഏറ്റവും നല്ലത്. ഹാൻഡ് ഫീഡിങ് ആണെങ്കിലും ഒരു സെൽഫായിട്ട് കഴിക്കുന്നതാണ് അവർക്ക് ഭാവിയിൽ അവർ സെൽഫ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയും കിളികളാണ് ഇപ്പം കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ക്രോപ്പ് ഫീഡിങ്ങിൻ്റെ കറക്റ്റ് മാത്രം ഷോർട്സ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാനൊരു ഷോർട്ടിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ കിളിയുടെ ഫീഡിങ്, അതായത് ഹാൻഡ് ഫീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും, അതേപോലെ എങ്ങനെയാണ് കിളിക്ക് ഹാൻഡ് ഫീഡിങ് എത്ര നേരമാണ്, ഏത് ഫുഡാണ്, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതല്ല ആർക്കെങ്കിലും അങ്ങനെ ആദ്യമായിട്ട് കിളിനെ വളർത്തുന്നവർക്ക് അങ്ങനെ ഹാൻഡ് ഫീഡിങ്ങിൻ്റെ കാര്യത്തിലോ സെൽഫ് ഫീഡിങ്ങിൻ്റെ കിളികളെക്കുറിച്ചുള്ള ഡൗട്ട്സുകളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക കേട്ടോ. നമ്മുടെ ക്ലൈമറ്റ്, അതായത് കേരളത്തിലെ ക്ലൈമറ്റിന് ഏറ്റവും നന്നായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കൊണൂസ് വിഭാഗമാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് വലിയ കെയറൊന്നും ഇല്ലാതെ നമുക്ക് ഓക്കെയായി ബ്രീഡിങ്ങൊക്കെ ചെയ്ത് സെറ്റാവാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എപ്പോഴൊക്കെയാണ് കിളീനെ സെൽഫ് ഫീഡിങ്ങിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ നേരമാണ് നമ്മൾ കുട്ടികളെ അമ്മേൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ എത്ര നേരം ഫീഡ് ചെയ്യണം, ഏതൊക്കെയാണ് ഫീഡിങ്ങിൻ്റെ ഫുഡ്, ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഞാൻ പറഞ്ഞ സിറിഞ്ചിൻ്റെ ഏതൊക്കെ സൂചികളുണ്ട്, എങ്ങനെയാണ് ക്രോപ്പ് ഫീഡിങ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് കേരളത്തിൽ മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിലിറ്റി ഉള്ളൂ. നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് നമ്മുടെ അവേരി കണ്ട് നോക്കി കിളികളെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ചിക്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫെതേഴ്സ് വന്നു കഴിഞ്ഞാൽ കിളികളെ നമ്മൾ DNA എടുത്തിട്ട് പെയറാക്കിയിട്ടും അല്ലാതെയും DNA വിത്ത് DNA ആണ് കൊടുക്കാറ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഇല്ല കേട്ടോ. അപ്പം എന്തെങ്കിലും കിളിയെ കുറിച്ച് എൻക്വയറീസിനൊന്നും വിളിക്കരുത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കിളികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അത് റിപ്ലൈ ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ അതിന് റിപ്ലൈ ആയിട്ടും എക്സ്പ്ലനേഷനായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.